കൂട്ടത്തോടെ എത്തിയ കാട്ടാനകൾ തോട്ടം തൊഴിലാളികളുടെ നേരെ പാഞ്ഞെടുത്തു. 3 സ്ത്രീകൾ കുഴഞ്ഞു വീണു. നിലത്തു വീണ സൂപ്പർവൈസർക്ക് കാലിന് പരിക്കേറ്റു. പെരുന്താനം പഞ്ചായത്തിലെ TT&T എസ്റ്റേറ്റ് കടമാങ്കുളം ഡിവിഷനിലെ റബ്ബർ തോട്ടത്തിൽ തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം. വണ്ടി ഓടിക്കോ. തോട്ടം മേഖലയിൽ കഴിഞ്ഞ 2 വർഷമായി കാട്ടാനശല്യം രൂക്ഷമായിരിക്കുകയാണ്. തിങ്കളാഴ്ച 10 തോട്ടം തൊഴിലാളികൾ സൂപ്പർവൈസറുടെ നേതൃത്വത്തിൽ ടാപ്പിംഗ് ജോലിക്കായി എത്തിയതായിരുന്നു. ഇതിനിടെയാണ് തോട്ടത്തിൽ കാട്ടാന കൂട്ടമായി ഇറങ്ങിയ വിവരം അറിയുന്നത്. ചെറുതും വലുതും കൊമ്പനും അടക്കം 25ഓളം കാട്ടാനകൾ സ്ഥലത്ത് തമ്പടിച്ചത് തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടു. വിവരം അറിയിച്ചതിനെ തുടർന്ന് വനപാലകരും സ്ഥലത്തെത്തി. ആനകളെ തുരത്താൻ വനപാലകർ ബഹളമുണ്ടാക്കിയെങ്കിലും പ്രയോജനപ്പെട്ടില്ല. തൊഴിലാളികളെ തോട്ടത്തിലെ തന്നെ പാൽഷെഡിലേക്ക് മാറ്റിയ ശേഷമായിരുന്നു കാട്ടാനകളെ വിരട്ടിയോടിക്കാൻ ശ്രമം നടത്തിയത്. ഇതിനിടയിൽ കാട്ടാനക്കൂട്ടം തൊഴിലാളികൾക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. പാൽഷെഡിൽ നിന്നും ഇറങ്ങിയോടിയ തൊഴിലാളികളെ ആക്രമിക്കാൻ കാട്ടാനക്കൂട്ടം പിന്നാലെയെത്തി. ഇവർ കാട്ടിലൂടെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഓടുന്നതിനിടെ സൂപ്പർവൈസർ ശരത് ഒറ്റപ്ലാക്കൻ താഴെ വീണു. കാലിന് പരിക്കേറ്റു. രക്ഷപ്പെട്ട സ്ത്രീ തൊഴിലാളികളിൽ 3 പേർക്ക് ശ്വാസതടസ്സമുണ്ടായി താഴെ വീണു. 200 മീറ്ററോളം പിന്നാലെ ഓടിയെത്തിയ കാട്ടാനക്കൂട്ടം പിന്നീട് പിന്തിരിഞ്ഞു. 11 തൊഴിലാളികളിൽ 9 പേരും സ്ത്രീകളായിരുന്നു. ഞാനിവിടെ സൂപ്പർവൈസറായി ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഞാനടക്കമുള്ള ആളുകൾ ഫോറസ്റ്റുകാരുടെ നിർദ്ദേശമനുസരിച്ച് ഈ പാല് തൂക്കുന്ന വെയ്മൻ സെൻറ്ററിലേക്ക് കൂട്ടമായി മാറി നിൽക്കുകയും ഫോറസ്റ്റുകാർ താഴെ നിന്ന് വെടിവെച്ച് ആനയെ ഓടിക്കുന്ന സമയത്ത് ആന കൂട്ടമായി ഞങ്ങളുടെ നേരെ, ആ വെയ്മൻ സെൻറ്ററിന് നേരെ, അവിടെ നിൽക്കുന്ന ആളുകൾക്ക് നേരെ ഓടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. 25ഓളം ആനകൾ കൂട്ടമായി ഓടി വരികയായിരുന്നു. അപ്പോൾ ഞങ്ങളെ ആക്രമിക്കാനായി വരുന്ന ഒരു സാഹചര്യമുണ്ടായപ്പോൾ സ്ത്രീ തൊഴിലാളികൾ, കൂടെയുള്ള സ്ത്രീ തൊഴിലാളികളടക്കമുള്ള ആളുകൾ അവിടുന്ന് ഓടുകയും ഓടി അവിടെ നിന്ന് മാറുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. പലരും സ്ത്രീകളടക്കമുള്ള ആളുകൾ പലരും ഓടി വന്ന് വീഴുന്നൊരു സാഹചര്യമുണ്ടായി. അവർക്ക് ശ്വാസം കിട്ടാത്ത ഒരവസ്ഥയുണ്ടായി. ഞാൻ ഓടി എൻ്റെ കാലിൻ്റെ മുട്ടിന് പരിക്കേറ്റു. ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്തുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ ഇങ്ങനെ ഒരു വിഷയങ്ങളുണ്ട്. പക്ഷേ ശാശ്വതമായൊരു പരിഹാരം, ഇപ്പോൾ ഫോറസ്റ്റുകാർ ആനയെ കാണുമ്പോൾ വിളിക്കും, അവർ വരും, ഓടിക്കും, ആന കയറിപ്പോവും. അതൊരു ശാശ്വതമായ പരിഹാരമല്ല. താൽക്കാലികമായൊരു ആശ്വാസം എന്നതല്ലാതെ താൽക്കാലികമായ ആശ്വാസത്തിനപ്പുറം ഒരു ശാശ്വതമായ പരിഹാരം നിലവിലുണ്ടാകുന്നില്ല. വർഷങ്ങളായിട്ട് ഇവിടെ ആനയുടെ ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുക. മുമ്പ് കമ്പിവേലികൾ സ്ഥാപിക്കാമെന്ന MLAയുടെ വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ ഇപ്പോഴും അതിൻ്റെ ഒന്നും പരിണിത ഫലത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ശാശ്വതമായൊരു പരിഹാരമാണ് ഞങ്ങൾക്ക് ആവശ്യം. മേഖലയിൽ കാട്ടാനശല്യം 2 വർഷമായി തുടരുകയാണ്. എസ്റ്റേറ്റിലെ വിവിധ പ്രദേശങ്ങളിൽ കൂട്ടമായി എത്തി കൃഷികളും മറ്റും നശിപ്പിക്കുന്നത് പതിവാണ്. ആദ്യകാലങ്ങളിൽ വനമേഖലയിലും അതിർത്തി പ്രദേശങ്ങളിലും മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് ജനവാസ മേഖലയിലും തോട്ടൻ മേഖലയിലും കാട്ടാനശല്യം നിത്യസംഭവമായിരിക്കുന്നു. 3 ആനകളായിരുന്നു ആദ്യം എത്തിയിരുന്നെങ്കിൽ പിന്നീട് അത് 18ആയി ഉയർന്നിരിക്കുന്നു. അതാണ് ഇപ്പോൾ 25ആയി ഉയർന്നിരിക്കുന്നത്. മതമ്പ, ചന്നാപ്പാറ, കൊമ്പുകുത്തി, ആനക്കുളം, EDK പ്രദേശങ്ങളിൽ കാട്ടാനശല്യം വർദ്ധിച്ചിരിക്കുന്നു. 1 വർഷം മുമ്പ് മാട്ടുപ്പെട്ടി സ്കൂളിന് സമീപം കാട്ടാനക്കൂട്ടം ദിവസങ്ങളോളം തമ്പടിച്ചിരുന്നു. ഇതേ തുടർന്ന് ആഴ്ചകളോളം സ്കൂൾ അടച്ചിടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കൊമ്പുകുത്തി സ്കൂളിന് സമീപമെത്തിയ കാട്ടാനക്കൂട്ടം വിദ്യാർത്ഥികളുമായി വന്ന വാഹനത്തിന് നേരെ പാഞ്ഞെടുത്തിരുന്നു. ഇതേ തുടർന്ന് ഇപ്പോഴും പല കുട്ടികളും സ്കൂളിലെത്താൻ ഭയക്കുകയാണ്. വർഷങ്ങളായി കാട്ടാനശല്യം തുടർന്നിട്ടും അധികാരികൾ കാര്യമായ നടപടിയൊന്നും സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. സോളാർ വേലി പതിവ് പ്രഖ്യാപനമായി മാറുന്നു. ആനശല്യം ഉണ്ടാകുമ്പോൾ ഓടിയെത്തുന്ന ജനപ്രതിനിധികൾ സോളാർ വേലി ഉടനെയെത്തുമെന്ന് പ്രഖ്യാപിച്ചു മടങ്ങുന്നതല്ലാതെ ഒരു നടപടിയും ഇതുവരെയായി ഉണ്ടായിട്ടില്ല. തിങ്കളാഴ്ച കടമാങ്കുളത്ത് ആനക്കൂട്ടത്തെ ഓടിക്കാനെത്തിയ വനപാലകരെത്തിയത് വെറും കൈയോടെയാണ്. 25ഓളം കാട്ടാനകളെ തുരത്താൻ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല. കാട്ടാനകളെത്തുമ്പോൾ തൊഴിലാളികൾക്കൊപ്പം പിന്തുടർന്ന് ഓടി രക്ഷപ്പെടുകയാണ് വനപാലകരും. അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. എൻലൈറ്റ് ന്യൂസ്, പെരുവന്താനം.